ഇനി ഇടുക്കിയിലേക്കാണ്. ഇടുക്കി പീരുമേട്ടിൽ വനത്തിനുള്ളിൽ ആദിവാസി സ്ത്രീ സീതയുടെ മരണത്തിൽ മൊഴിയിൽ ഉറക്കിച്ചു നിൽക്കുകയാണ് ഭർത്താവ് ബിനു. സീതയെ കാട്ടാന 2 തവണ ആക്രമിച്ചുവെന്ന് ബിനു പറയുന്നു. തന്നെയും 15 അടിയോളം ദൂരത്തേക്ക് തുമ്പിക്കൈ കൊണ്ട് ആന തട്ടിയെറിഞ്ഞുവെന്നും ബിനു ഇന്ന് പ്രതികരിച്ചു. ഞങ്ങൾ വനത്തിലേക്ക് വനവിഭാഗങ്ങൾ ശേഖരിക്കാൻ പോയ വഴിക്ക് ആന അപകടത്തിൽ പെടുന്നു. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോൾ ഈ ആന പടപ്പിൻ്റെ അടിയിൽ നിന്ന് എടുത്ത് ചാടി വന്നാണ് ഇവിടെ അടിച്ച് തെറിപ്പിച്ചിട്ടത്. അടിച്ച് തെറിപ്പിച്ചിടുകയും 2 അടി ആനക്കിട്ട് കൈ കൊണ്ട് അടി കൊടുത്ത് എന്നെ തട്ടി എറിഞ്ഞ് ഒരു 10 അടിയോളം അകലെ ഞാൻ തെറിച്ച് വീണു. ഇപ്പം 10 ലക്ഷം തരാമെന്ന് പറയുന്നു. ഈ 10 ലക്ഷമല്ല എനിക്ക് വേണ്ടത്, കോടികൾ തരുമെന്ന് പറഞ്ഞാൽ എൻ്റെ ആളിനെ തിരിച്ചു തരാൻ പറ്റുമോ? ഈ സർക്കാർ പരമായിട്ടുള്ള ആർക്കെങ്കിലും അങ്ങനെ ഒരു ആളിനെ എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ? രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, പീരുമേട്ടിലെ സീതയുടെ മരണം അത് കൂടുതൽ കുഴപ്പിക്കുകയാണ് പോലീസിനെ. ഈ രീതിയിൽ ഭർത്താവ് ബിനു മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ അതേ മൊഴി തന്നെ ഇപ്പോൾ പറയുന്നുമുണ്ട്. പക്ഷേ ഇന്നലെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നത്. ആ സമയത്താണിത് ആനയെ ആക്രമിച്ചതല്ല എന്ന് പറയുന്നു പോലീസ്. അത്തരത്തിൽ ഈ കഴുത്തിലടക്കം കാണുന്ന പാടുകൾ, ദേഹത്തിൽ ഒക്കെയുള്ള പരിക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇതല്ലാത്ത ഒരു മൽപ്പിടുത്തമൊക്കെ നടന്നിട്ടുണ്ടെന്നാണ്. അത്തരം കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നിഗമനം? ഈ ബിനുവിന്റെ മൊഴി അത് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടോ പോലീസ്? അപ്പോൾ ബിനു മറ്റെന്തൊക്കെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസിന് ഒരു നിഗമനത്തിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ആ പോലീസിന്റെ പരിശോധന ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഈ സീതയുടെ ഭർത്താവ് ബിനു ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ആദ്യം മുതൽ തന്നെ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ പറയുകയാണ്. മാത്രമല്ല, ഈ കാട്ടാന ആക്രമണം എങ്ങനെയാണ് ഉണ്ടായതെന്ന കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്ന സമയം ഒരു ചോല വനത്തോട് ചേർന്ന് കാട്ടാന നിൽക്കുകയായിരുന്നു. ആന നിൽക്കുന്നത് ഈ സീതയോ ബിനുവോ ആരും തന്നെ കണ്ടിരുന്നില്ല. പെട്ടെന്ന് അടുത്തേക്ക് പാഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യം സീതേനെയാണ് ആക്രമിച്ചത്. ആദ്യം തട്ടിയിട്ടു, പിന്നീട് ചുറ്റി വരിഞ്ഞ് ദൂരത്തേക്ക് എറിയുകയാണ് ചെയ്തത്. മാത്രമല്ല, സീതയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടെ ബിനുവിനെയും കാട്ടാനെ ആക്രമിച്ചു. 15 അടിയോളം ദൂരത്തേക്ക് ബിനു തെറിച്ചു വീണു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. പിന്നീട് ഒപ്പമുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ വനത്തിലേക്ക് വനവിഭവങ്ങൾ ശേഖരിക്കാൻ സീതയുടെയും ബിനുവിന്റെയും കൂടെ പോയിരുന്ന മക്കളായിട്ടുള്ള മൂത്ത മകനാണ് ഈ സീതയെ ആനയുടെ അടുത്ത് നിന്ന് മാറ്റുന്നത്. പിന്നീട് അവർ കുറച്ചു ദൂരം നടന്നു വന്നു. അതിനുശേഷം തലചുമടായി പുറത്തേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് ആംബുലൻസിലാണ് പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് പോയത്. ആദ്യം മുതൽ എങ്ങനെയാണോ പറയുന്നത് അങ്ങനെ തന്നെ വള്ളി പുള്ളി തെറ്റാതെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇതേ മൊഴി തന്നെയാണ് മക്കളും പറയുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യം ഇവരുടെ മൊഴികളിലില്ല. ഒപ്പമുണ്ടായിരുന്ന 3 പേരും ഒരേ രീതിയിൽ തന്നെയാണ് ആ മൊഴി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇതാണ് പോലീസിനെ കൂടുതൽ വെട്ടിലാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്നലെ ഫോറൻസിക് സർജൻ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ നടത്തിയ അതിനുശേഷം ലഭിച്ച വിവരങ്ങളിൽ ഇത് കാട്ടാന ആക്രമണമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വന്യജീവി ആക്രമണത്തിലല്ല സീത കൊല്ലപ്പെട്ടതെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. പോലീസിനോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. റിപ്പോർട്ടും അങ്ങനെ തന്നെയാണ് സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് പോലീസ് സംഘം അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധർ ഈ സംഭവം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തി, വിശദമായിട്ടുള്ള പരിശോധന നടത്തി. പക്ഷേ ആ മേഖലയിൽ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഈ ബിനുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സമാനമായ രീതിയിൽ അവിടെ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കാട്ടാന പ്രദേശം മുഴുവൻ ഉഴുതുമറിച്ചിട്ടിരിക്കുന്നു എന്ന നിലയിലാണ് അവിടെ പരിശോധന നടത്തിയപ്പോൾ മനസ്സിലായത്. മറ്റേതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞതായിട്ടുള്ള വിവരമില്ല. ഇതൊക്കെ പോലീസിന് കൂടുതൽ വെല്ലുവിളിയാവുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് പരിശോധനയിലും യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ നിഗമനങ്ങൾ, അത് വെച്ചിട്ടുള്ള പരിശോധന ഇനി ഏത് രീതിയിൽ പോകണം എന്നുള്ളതാണ് പോലീസിനെ കൂടുതൽ കുഴപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിടുക്കപ്പെട്ടൊരു നടപടിയിലേക്ക് പോകണ്ട എന്നുള്ള തീരുമാനം പോലീസ് എടുത്തിട്ടുണ്ട്. വിശദമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ച് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകൾ ലഭ്യമായതിനു ശേഷം മാത്രം നടപടിയിലേക്ക് പോയാൽ മതി എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. അതിനപ്പുറത്തേക്ക് ഈ ബിനുവിനെ വീണ്ടും ഒന്നുകൂടി മൊഴിയെടുക്കാൻ വിളിപ്പിക്കും. ബിനുവിന്റെ 2 മക്കളെയും മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിക്കും. ഇവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയും. മാത്രമല്ല, ഈ സീതയുടെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരാൻ, വനത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിച്ച ആളുകളോടും വിവരങ്ങൾ തേടും എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ശരി, രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്നും.